മക്കളെ, വെൽക്കം ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. റാൻസ് ലേണിംഗ് പോർട്ടലിൻ്റെ SSC ബാങ്ക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് SSC അതുപോലെ ബാങ്കിൻ്റെ എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന എല്ലാ ആസ്പിറൻസിനെയും ഞാൻ ആദ്യം ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ടോപ്പിക്കുകൾ വിഷയമാണ്, ബുദ്ധിമുട്ടാണെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് നിങ്ങളെ ഈ ചാനലിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് എങ്ങനെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഞാൻ ആദ്യം നമ്മൾ ഈ ചാനൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകളാണ്. അപ്പോൾ കുറേ കുട്ടികൾ നമ്മളെ അപ്രോച്ച് ചെയ്തു, ഇംഗ്ലീഷ് വളരെ ടഫാണ് ചില ആളുകൾക്ക്. നമ്മൾ CBSE പഠിച്ചു, അല്ലെങ്കിൽ നമ്മൾ കേരള സിലബസ് പഠിച്ചു, SSCൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത് കംപ്ലീറ്റ് ഇംഗ്ലീഷിലാണ്. സോ ഇംഗ്ലീഷിൻ്റെ ഒരു ബേസ് അറിയുന്നില്ല, ഇംഗ്ലീഷിന് ഒരുപാട് മാർക്ക് ഉണ്ട് നമുക്ക് സ്കോർ ചെയ്യാൻ, ഇംഗ്ലീഷ് ഒരുപാട് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് എങ്ങനെ ഇംഗ്ലീഷിൻ്റെ ആദ്യം ബേസ് എങ്ങനെ മനസ്സിലാക്കണം അല്ലേ? ഇംഗ്ലീഷ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആദ്യം അറിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ഗ്രാമർ പോർഷൻ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പോൾ എന്താണ് സബ്ജക്റ്റ് എന്താണെന്ന് അറിയില്ല, എന്താണ് വെർബ് എന്താണെന്ന് അറിയില്ല, അതുപോലെ പ്രിപ്പോഷൻ എങ്ങനെ യൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ബട്ട് എന്ന് പറയുന്ന ഒരു കൺജങ്ഷൻ ഉണ്ട്, അത് കൺജങ്ഷൻ ആണോ അത് പ്രിപ്പോഷൻ ആണോ? ബട്ട് കൺജങ്ഷൻ ആണ്, ബട്ട് ചില സമയം പ്രിപ്പോഷൻ ആകും അല്ലേ? എങ്ങനെ അത് സ്വിച്ച് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ ആദ്യം ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലേ? സബ്ജക്റ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, വെർബ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, ഓക്സിലറി വെർബ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ആദ്യം ഇംഗ്ലീഷിൻ്റെ ഒരു ബേസ് ക്ലാസ്, നിങ്ങൾക്ക് ഒരു ഫൗണ്ടേഷൻ ക്ലാസ് തന്നതിന് ശേഷം വീണ്ടും നമ്മൾ ടോപ്പിക് ഓറിയന്റഡ് ആയിട്ട് നമ്മളെ ഇംഗ്ലീഷിൻ്റെ സിലബസ് ഒക്കെ നമ്മൾ ഇതിൽ എന്ത് ചെയ്യുന്ന അറിയോ, ഓരോന്ന് കറക്റ്റ് എത്ര മാർക്കാണ്, ആന്റണിംസിന് എത്ര മാർക്കാണ്, വൊക്കാബ്സിൻ്റെ ഒരു ഏരിയ ഉണ്ട്, ഗ്രാമർ കൂടാണ്ട് വൊക്കാബ്സിൻ്റെ ഒരു ഏരിയ ഉണ്ട്, വൊക്കാബ്സിൽ നമ്മൾ എത്ര മാർക്ക് സ്കോർ ചെയ്യണം, ഗ്രാമറിൻ്റെ പോർഷനിൽ എത്ര സ്കോർ ചെയ്യണം, എങ്ങനെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം, പ്രീവിയസ് ക്വസ്റ്റ്യൻ എങ്ങനെ നമ്മൾ അല്ലേ, പ്രീവിയസ് ക്വസ്റ്റ്യനിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചിരിക്കും. ആദ്യം നമ്മൾ ഈ ചാനലിലൂടെ നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഇംഗ്ലീഷിൻ്റെ ഫൗണ്ടേഷൻ ക്ലാസ് ആണ്. സർ അത് ഏത് ലെവലിലാണ് എടുക്കുക എന്നൊക്കെ നിങ്ങൾക്ക് കുറേ ഡൗട്ട് ഉണ്ടാവും. വളരെ ബേസ് ലെവലിൽ എന്താണ് സബ്ജക്റ്റ്, വൈ യു ദേ വി അല്ലേ, ഹി ഷീറ്റ്, അതൊക്കെ ഞങ്ങൾക്ക് അറിയാം. എങ്കിലും അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾ പല വിദ്യാർത്ഥികളും എൻ്റെ ക്ലാസ്സിലൊക്കെ ഇരുന്ന വിദ്യാർത്ഥികളുണ്ട്, അവർക്കറിയാൻ പറ്റും, അവരൊക്കെ പഠിച്ച് വളരെ പെർഫെക്റ്റായി വന്നിട്ടുണ്ടാവും അല്ലേ? ഇംഗ്ലീഷ് വളരെ ഈസി എന്നൊക്കെ നെവർ മൈൻഡ് ആക്കി വന്ന ആളുകളുണ്ടാവും. ഇപ്പോൾ പലരും ഓടിക്കളിക്കണം. ഇംഗ്ലീഷ് ക്ലാസ് കേൾക്കുന്ന സമയത്താണ് പലർക്കും മനസ്സിലാകുന്നത് ഇംഗ്ലീഷ് ഇത്തിരി ടഫായിരുന്നോ എന്നുള്ളതൊക്കെ. വെയിറ്റ്, നമുക്ക് കാണാം ഈ ചാനലിലൂടെ നിങ്ങൾ ഇംഗ്ലീഷ് ഞാൻ സെറ്റാക്കി തന്നിരിക്കും. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങളെ കൊണ്ട് വർക്ക് ചെയ്തിരിക്കും. നിങ്ങൾക്ക് അതിന് വേണ്ട മെറ്റീരിയൽ നിങ്ങൾക്ക് നമ്മളെ കമ്മ്യൂണിറ്റി ലിങ്ക് വഴി നിങ്ങൾക്ക് അയച്ചു തന്നിരിക്കും. നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് അതിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇങ്ങനെ റെഫർ ചെയ്ത് ആൻസർ ചെയ്ത് പഠിക്കാം. ഓക്കെ, റെഡി അല്ലേ നിങ്ങൾ? ലെറ്റ്സ് മീറ്റ് അഗെയിൻ. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, ഹാവ് എ ഗ്രേറ്റ് ആൻഡ് ഫാന്റാസ്റ്റിക് ഡേ അഹെഡ്.